ചെടി നടാനായി അയാൾ കോളേജിനടുത്തുള്ള പറമ്പിലെ മണ്ണ് നീക്കാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന പിക്കാസ് വെച്ച് ആഴത്തിലൊന്ന് വെട്ടി. പിക്കാസ് എന്തോ ഇരുമ്പിൽ തട്ടിയതുപോലെ ഒരു ശബ്ദം കേട്ടു. മണ്ണ് നീക്കി നോക്കി അയാൾ ഞെട്ടി. മണ്ണിനടിയിൽ 2 കത്തികളും ഒരു വാളും ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് കണ്ടെടുത്ത കത്തികൾ പരിശോധനാ വിധേയമാക്കി. കത്തിയിലുണ്ടായിരുന്ന രക്തക്കറകളിലൂടെ പുറത്തു വന്നത് 4 മാസം മുൻപ് തൊട്ടടുത്ത വീട്ടിൽ നടന്ന കൂട്ട കൊലപാതകത്തിന്റെ സുപ്രധാന തെളിവായിരുന്നു. കത്തി കൊണ്ട് കഴുത്തറുത്ത നിലയിൽ റീത്ത ബാബ എന്ന കോളേജ് പ്രൊഫസറെയും അവരുടെ 3 സഹായികളെയും അതിദാരുണമായി കൊലപ്പെടുത്തിയ കേസ്. കൊല നടന്ന വീട്ടിൽ നിന്നും മോഷണം പോയത് 2 വൈരമോതിരങ്ങളും ആഭരണങ്ങളും പണവുമാണ്. ഇതാണ് പഞ്ചാബിനെ ഒട്ടാകെ നടുക്കിയ റീത്ത ബാബ കൊലക്കേസ്. ഒരു കോൾഡ് ബ്ലഡഡ് ക്രൈം സ്റ്റോറി. വർഷം 2008. പഞ്ചാബിലെ ജലന്ധറിലുള്ള കന്യാ മഹാവിദ്യാലയ എന്ന കോളേജിലെ പ്രൊഫസർ ആയിരുന്നു 55-കാരിയായ റീത്ത ബാബ. ഒരു അവിവാഹിതയായ സ്ത്രീ. വർഷങ്ങളായി അവർ അവിടെയാണ് ജോലി ചെയ്തു വന്നിരുന്നത്. കോളേജിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗമായുള്ള വീടായിരുന്നു അത്. ആ വീട്ടിൽ റീത്ത ബാബയ്ക്ക് സഹായത്തിനായി ഒരു കുക്കും 2 ഗേറ്റ് കീപ്പേഴ്സുമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഒരു പേഴ്സണൽ ഡ്രൈവറും അവർക്കുണ്ടായിരുന്നു. റീത്ത ബാബയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു മകൾ മാത്രമാണുള്ളത്. പേര് പ്രിയങ്ക. റീത്ത ബാബയുടെ ദത്തുപുത്രി. പക്ഷേ പഠനത്തിന്റെ ഭാഗമായി അവൾ ഡൽഹിയിൽ പോയിരുന്നു. എന്നും 7:30 അവരുടെ ഡ്രൈവറായ ജെയിംസ് എത്തും. അപ്പോഴേക്കും കുക്കായ കൃഷ്ണമണ്ഡൽ ആഹാരമെല്ലാം തയ്യാറാക്കിയിരിക്കും. ശേഷം കോളേജിലേക്ക്. ഇതായിരുന്നു അവരുടെ പതിവ്. പറയത്തക്ക ബന്ധുക്കളില്ലാത്ത അവർക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. വിലപിടിപ്പുള്ള ആഭരണങ്ങളും വൈരമോതിരങ്ങളും സ്വത്തുവകകളും ഒക്കെ കൈവശമുള്ള സ്ത്രീയായിരുന്നു റീത്ത ബാബ. തന്റെ മകൾക്കും കൂടെയുള്ള തന്റെ വിശ്വസ്തരായ കുക്കിനും ഈ സ്വത്തുവകളുടെ കഥകളും അറിയാം. അന്വേഷിച്ചു വരാൻ ആരുമില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന ഇവരെ കൊന്നുതള്ളി സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള ആരുടെയൊക്കെയോ പദ്ധതികളാണ് 4 കൊലപാതകത്തിലേക്ക് നയിച്ചത്. വർഷം 2008 ജനുവരി 6. പതിവ് പോലെ രാവിലെ 7:30 മണിയായപ്പോൾ റീത്ത ബാബയെ വിളിക്കാനായി കാറുമായി എത്തിയതാണ് ഡ്രൈവർ ജെയിംസ്. ഗേറ്റ് തുറന്ന് അകത്ത് കയറി അയാൾ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. ഗേറ്റിന് കാവലായി സ്ഥിരം നിൽക്കാറുള്ള 2 പേരെയും കഴുത്തൊറുത്ത നിലയിൽ മരണപ്പെട്ട് കിടക്കുന്നു. അകത്തേക്ക് കയറി അയാൾ വീണ്ടും ഞെട്ടി. ആ വീട്ടിലെ കുക്കായ കൃഷ്ണമണ്ഡലിനെയും ആരോ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ജെയിംസ് തൊട്ടടുത്തുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പളായ നിശാൽ ഭാർഗവിയെ വിവരം അറിയിച്ചു. അവർക്കൊപ്പം മറ്റു 2 സ്റ്റാഫുകളും അങ്ങോട്ടേക്ക് എത്തി. ഉടൻ തന്നെ അവർ അവരുടെ വീട്ടിലെത്തി ആകെയൊന്ന് പരിശോധിച്ചു. മുറിയിലാകെ രക്തം തളം കെട്ടി നിൽക്കുകയാണ്. മുറിയിലെ ബെഡ്ഷീറ്റിലും തുണികളിലുമൊക്കെ രക്തക്കറ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു. മുറിക്കുള്ളിലായി കോളേജ് പ്രൊഫസർ റീത്ത ബാബ കഴുത്തറുത്ത നിലയിൽ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയും അവർ കണ്ടു. ഉടൻ തന്നെ അവർ പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും പരിശോധന തുടങ്ങി. കൂടാതെ റീത്ത ബാബയുടെ ബന്ധുക്കളെയും വിവരം അറിയിച്ചു. അകന്ന ബന്ധത്തിലുള്ള അശോക് ബാബയും മകൾ പ്രിയങ്കയും സ്ഥലത്തെത്തി. മൃതശരീരങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. കുക്കായ കൃഷ്ണമണ്ഡലിന്റെ മൃതശരീരത്തിനടുത്ത് നിന്നും ഒരു ഗ്ലൗസും വീടിനുള്ളിൽ നിന്നും ഒരു സ്യൂട്ട് കേസും തെളിവായി കണ്ടെത്തിയിരുന്നു. ആ സ്യൂട്ട് കേസ് തുറന്ന് പരിശോധിച്ചപ്പോൾ അതിൽ 36 ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു. ഇത്രയും പണം എവിടെ നിന്നാണെന്ന ചോദ്യം മകൾ പ്രിയങ്കയോട് പോലീസ് ചോദിച്ചു. റീത്ത ബാബയ്ക്ക് നല്ലൊരു തുക വരുമാനമായി ലഭിക്കുന്നുണ്ടെന്നും ധാരാളം സ്വത്തുവകൾ ഉണ്ടെന്നും വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൽ അധികം ചിലവൊന്നും ഉണ്ടായിരുന്നില്ല എന്നുമാണ് മകൾ പറഞ്ഞിരുന്നത്. 2.5 ലക്ഷം രൂപ പണവും റീത്ത ബാബയുടെ കുറെ ആഭരണങ്ങളും മറ്റു 2 വൈരമോതിരവും ആ വീട്ടിൽ നിന്നും നഷ്ടമായി. 3 ദിവസത്തിന് ശേഷമുള്ള പരിശോധനയിൽ 13 ജോഡി വളകളുള്ള ഒരു ബോക്സും 8,000 രൂപയും പോലീസിന് അവിടെ നിന്നും ലഭിച്ചു. പക്ഷേ പ്രതികളിലേക്ക് എത്താനുള്ള യാതൊന്നും തന്നെ അവർക്ക് അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഏകദേശം 1 മാസത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തുമ്പ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നറിയാനായി വീണ്ടും പരിശോധനയ്ക്കായി അങ്ങോട്ട്. രഹസ്യമായി സൂക്ഷിച്ച നിലയിൽ 30 ലക്ഷം രൂപയടങ്ങുന്ന മറ്റൊരു സ്യൂട്ട് കേസ് കൂടി ലഭിച്ചു. ഇതിൽ നിന്നും പണത്തിനു വേണ്ടിയാണ് പ്രതികൾ ഈ കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലെത്തി പോലീസ്. പഠിപ്പിച്ചിരുന്ന കോളേജിലും മറ്റുമൊക്കെ ഇവർക്ക് ആരുമായെങ്കിലും ശത്രുതയുണ്ടായിരുന്നോ എന്നൊക്കെ പോലീസ് തിരക്കിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കൊലപാതകം നടന്ന 4 മാസങ്ങൾക്ക് ശേഷം കൊലപാതകം നടന്ന വീടിന് കുറച്ചകലെയായി കോളേജ് സ്റ്റാഫായ ഡാർലോക് സിംഗ് ചെടി നടാനായി ഒരു കുഴി കുഴിച്ചു. കുഴിക്കുന്നതിനിടയിൽ ഇരുമ്പ് സാധനത്തിൽ എന്തോ പിക്കാസ് തട്ടിയ ശബ്ദം അയാൾ കേട്ടു. മണ്ണ് മാന്തി നോക്കി അയാൾ കണ്ടത് 2 കത്തിയും ഒരു വാളും മണ്ണിനടിയിൽ മൂടപ്പെട്ട് കിടക്കുന്നതാണ്. ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് കണ്ടെടുത്ത കത്തിയും വാളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. കത്തിയിൽ കണ്ടെത്തിയ രക്തക്കറയ്ക്ക് മരണപ്പെട്ട റീത്ത ബാബയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തസാമ്പിളുമായി സാമ്യമുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതികൾ ആയുധങ്ങൾ മറവ് ചെയ്ത സ്ഥലമാണിതെന്ന് പോലീസിന് മനസ്സിലായി. പിൻഭാഗത്തുകൂടി എത്തിയ കൊലയാളികൾ മുന്നിലുണ്ടായിരുന്ന 2 കാവൽക്കാരെ കൊലപ്പെടുത്തിയ ശേഷം ശബ്ദം കേട്ട് പുറത്തെത്തിയ കുക്കിനെ കൊന്ന് അകത്ത് കയറിയായിരിക്കും റീത്ത ബാബയെ കൊലപ്പെടുത്തിയെന്ന് നിഗമനത്തിലെത്തി പോലീസ്. അപ്പോഴാണ് റീത്ത ബാബയുടെ 2 ഫോണുകളിൽ ഒരെണ്ണം മോഷണം പോയെന്നറിയുന്നത്. ജൂലൈ 16, 2008 മോഷണം പോയ ഫോൺ സിം ഇട്ട് ആക്റ്റീവ് ആയതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോൾ ഫോൺ ആക്ടിവേറ്റ് ആയിരിക്കുന്നത് ബീഹാറിലാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഒരു സംഘം ഉദ്യോഗസ്ഥർ ബീഹാറിലേക്ക് തിരിച്ചു. ബീഹാറിലെ മധേയപൂർ എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ കാണിച്ചിരുന്നത്.
ഒരുപക്ഷെ മോഷണത്തിന് ശേഷം മൊബൈൽ ബീഹാറിൽ കൊണ്ടുവന്ന് വിറ്റതാകാമെന്ന നിഗമനത്തിൽ മൊബൈൽ കടകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. തുടർന്ന് ബീഹാർ പോലീസിന്റെ സഹായത്തോടെ റീത്ത ബാബയുടെ മൊബൈലുള്ള കട കണ്ടെത്തുകയായിരുന്നു. കമൽ എന്റർപ്രൈസ് അതായിരുന്നു കടയുടെ പേര്. കടയുടമ നീൽ കമൽ. പോലീസുകാർ രഹസ്യമായി അവരെ നിരീക്ഷിച്ചു. എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. ശേഷം ഉദ്യോഗസ്ഥരിൽ ഒരാൾ സിം വാങ്ങാനെന്ന വ്യാജേന കടയിലേക്ക് പോയി. തനിക്കൊരു സിം വേണമെന്നും ജോലിയുടെ ആവശ്യത്തിന് ഇവിടേക്ക് വന്നതാണെന്നും ഉടൻ തന്നെ പഞ്ചാബിലേക്ക് തിരികെ പോകണമെന്നുമൊക്കെ കടയുടമയുമായി കുശലാന്വേഷണം നടത്തി അവർ അറിയിച്ചു. തുടർന്ന് റീത്ത ബാബയുടെ നമ്പർ കാണിച്ചു. ഈ സിം ഈ കടയിൽ നിന്നാണോ വിറ്റതെന്ന് ചോദിച്ചു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് താനാണ് ഈ സിം വിറ്റതെന്ന വിവരം അയാൾ പോലീസിനോട് പറഞ്ഞു. മുഹമ്മദ് കഡൂസ് എന്നയാളുമായിരുന്നു ആ വിൽപ്പന നടന്നത്. തുടർന്ന് പോലീസ് അയാളുടെ ഐഡന്റിറ്റി പ്രൂഫ് കണ്ടെടുത്തു. ആ ഫോട്ടോയിൽ നിന്നും അയാളെ തിരിച്ചറിയുക എന്നത് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. പക്ഷേ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ മുഹമ്മദ് കഡൂസ് ഇടയ്ക്കിടെ വരാറുണ്ടെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. അതിന് പ്രകാരം നീൽ കമലുമായി കഡൂസിനെ കണ്ടെത്താൻ പോലീസ് പുറപ്പെട്ടു. മുഹമ്മദ് കഡൂസിനൊപ്പം മുഹമ്മദ് റഹ്മാൻ എന്നയാൾ കൂടി അവിടേക്ക് എത്തി. മുഹമ്മദ് കഡൂസിന്റെ കയ്യിൽ നിന്നും റീത്ത ബാബയുടെ ഫോൺ കണ്ടെടുത്തിരുന്നു. ഉടൻ തന്നെ അവിടെ നിന്നും ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. തുടർന്ന് മുഹമ്മദ് കഡൂസിന്റെ വീട് പരിശോധിച്ചപ്പോൾ വെൽവെറ്റ് തുണിയിൽ പൊതിഞ്ഞ 2 വൈരമോതിരങ്ങളും മുഹമ്മദ് റഹ്മാന്റെ വീട്ടിൽ നിന്നും റീത്ത ബാബയുടെ ആഭരണങ്ങളും പോലീസ് കണ്ടെത്തി. തെളിവുകളെല്ലാം കണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ തങ്ങളാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് അവർ കുറ്റസമ്മതവും നടത്തി. അയാളുടെ അച്ഛനായ ഭൂട്ടോ യാദവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് കഡൂസ് ഒരു ബീഹാറുകാരനാണ്. റീത്ത ബാബ ജോലി ചെയ്തിരുന്ന കോളേജിലെ വാച്ച്മാൻ ആയിരുന്നു അയാൾ. തുടർന്നുള്ള ചോദ്യം ചെയ്യൽ അവിടുത്തെ ഗേറ്റ്മാൻ ആയ റാംദേവ് ആണ് ഈ കൊലപാതകത്തിന്റെ സൂത്രധാരൻ എന്നവർ വെളിപ്പെടുത്തി. റാംദേവും റീത്ത ബാബയുടെ കുക്കുമായി വലിയ സൗഹൃദത്തിലായിരുന്നു. സംസാരത്തിനിടയിൽ എപ്പോഴോ റീത്ത ബാബയുടെ സ്വത്ത് വിവരങ്ങളെ പറ്റിയും സ്വർണവും പണവും ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ സംസാരിച്ചു. തുടർന്ന് ആ പണവും സ്വർണവും എങ്ങനെയും സ്വന്തമാക്കാനായി അയാൾ ലക്ഷ്യമിട്ടു. തുടർന്ന് സച്ചിൻ യാദവ്, അച്ഛൻ ഭൂട്ട യാദവ്, മുഹമ്മദ് കഡൂസ്, മുഹമ്മദ് റഹ്മാൻ, രാംകുമാർ, മനോജ് യാദവ്, ഗണേഷ് തുടങ്ങിയവർക്കൊപ്പം വീട് കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. അനുയോജ്യമായ ദിവസം തിരഞ്ഞെടുത്ത അവർ പിൻഭാഗത്തെ ഗേറ്റ് വഴി അകത്തു പ്രവേശിച്ചു. തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഗേറ്റ്മാൻമാരുടെ കഴുത്തറുത്തു കൊന്നു. ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന കുക്കിന്റെയും കഴുത്തറുത്തു. വീടിനകത്തു കയറി റീത്ത ബാബയും കത്തിക്കിരയാക്കി. അവിടെ നിന്നും കിട്ടിയ സ്വർണവും പണവുമായി അവർ അവിടം വിട്ടു. പിറ്റേന്ന് ഒന്നും അറിയാത്ത പോലെ റാംദേവ് ജോലിക്ക് കയറി. കിട്ടിയ പണം മുഴുവൻ തുല്യമായി വീതിച്ചെടുത്തു. തുടർന്ന് പോലീസുകാർ പ്രതികളായ 5 പേരെയും അറസ്റ്റ് ചെയ്തു. 2011 കോടതിയിൽ 5 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ നൽകി. പിന്നീട് 11 വർഷങ്ങൾക്ക് ശേഷം മറ്റു 3 പ്രതികളെ കൂടി പിടികൂടിയെങ്കിലും ഇന്നും വിചാരണ നടക്കുകയാണ്. മോഷ്ടിച്ചും കൊള്ളയടിച്ചും കൊന്നുതള്ളിയും സ്വന്തമാക്കിയ പണത്തിനും സ്വർണത്തിലും സമാധാനമായ ജീവിതം നയിക്കാൻ കഴിയില്ല എന്ന ഉറച്ച മുന്നറിയിപ്പാണ് ഈ കേസ് നൽകുന്നത്.